കറുപ്പില് ചെയ്തിട്ടുള്ള കറുപ്പുസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ പിന്നെ അമ്പലത്തിലെ അമ്പലത്തില്. ആളുകൾ എടുത്തുകൊണ്ടുപോയിട്ട് അതെ. ശരിക്കും പ്രതിഷ്ഠയാക്കിയെന്ന് കേൾക്കുന്നു. അതിന് എന്താണ് അതിന്റെ അല്ലല്ല, അത് ശരിയായ സത്യമാണ്. ആ. അത് അത് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ചാല്, സാധാരണ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് കറുപ്പുസ്വാമിയുടെ വിഗ്രഹങ്ങള് തമിഴ്നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഉം. നമ്മുടെ അവിടെ ഒരു ഈ സ്റ്റാച്യൂസ് മാത്രം ഉണ്ടാക്കുന്ന ഏരിയ ഉണ്ട്. എനിക്ക് ഉം. തോന്നുന്നു അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ. അപ്പൊ ആ ഒരു ഏരിയ മൊത്തം ഇവരുടെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഉം. ഏരിയയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എനിക്കൊരു കറുപ്പുസ്വാമിയുടെ ഉം. സ്റ്റാച്യു വേണം. അപ്പൊ അതിന് ഈ വേണ്ടിയിട്ട് ഞാൻ ട്രെയിലറിലൊക്കെ കാണുന്ന കറുപ്പുസ്വാമി. അതില് ചെറിയ കറുപ്പുസ്വാമി. ആ. 2 കറുപ്പുസ്വാമിയെ കാണിക്കുന്നുണ്ട്. ഒന്നൊരു വലിയ കുതിരമേലിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു വിഗ്രഹമുണ്ട്. വിഗ്രഹമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രതിഷ്ഠ ചെയ്തേക്കുന്നു. അപ്പൊ ഈ വിഗ്രഹത്തിന് എനിക്ക് തോന്നുന്നു ഞാനും ഒരു 2 3 ദിവസം ഈ പറഞ്ഞ ആ ഏരിയ മൊത്തം പോയി ട്രാവൽ ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങോട്ട് അതൊരു തൃപ്തി കിട്ടുന്നില്ല. ഈ ഫിനിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി മിസ്മാച്ച് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അസോസിയേറ്റ്സ് അവരും പോയി നോക്കി ഒക്കെ കഴിഞ്ഞിട്ട് നടപടിയായില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പാലക്കാട്ട് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം കൊത്തുന്ന ആൾക്കാരുണ്ട് പാലക്കാട്ടുള്ള. അപ്പൊ അവരുമായിട്ട് സംസാരിച്ചിട്ട് അപ്പൊ അവരടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വിഗ്രഹം വേണം. അപ്പൊ അതിന്റെ ഹൈറ്റും അതിന്റെ ഡിസൈനും പരിപാടികളെല്ലാം നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഒരു ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം ഞാനും ഫസ്റ്റ് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ അത്രയും ഈ പൂജയൊക്കെ നടത്തിയിട്ടാണെന്ന്. പക്ഷെ ഇവര് ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണോ ഒരു വിഗ്രഹം കൊത്തേണ്ട അതുപോലെ രാവിലെ പൂജ നടത്തി അതിന്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പൊ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമായി. കാരണം അവരത് ചെയ്യുന്നത് ആ ഒരു ഫീൽ അതിന് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും എനിക്കൊരു സിസ്റ്റം ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ ദൈവങ്ങൾ പൂജയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും കുറച്ച് അങ്ങനെ കുറച്ച് കെയർ ചെയ്യും. അതായത് ഞങ്ങൾ വ്രതം എടുത്ത് അങ്ങനെയാണ് ചെയ്യാറ്. അത് ഷൂട്ടാണെങ്കിൽ പോലും. കാരണം ഞാൻ സുഴലിന്റെ സമയത്ത് ഞങ്ങള് ഫെസ്റ്റിവലൊക്കെ സെറ്റിട്ട സമയത്ത് എല്ലാരും വ്രതത്തിലൊക്കെ ആയിരുന്നു. ടീമൊക്കെ നോൺ വെജ് ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് നമുക്ക്, അതായത് നമ്മൾ എന്താണെങ്കിലും ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് ഒരു ട്രസ്റ്റ് കൊടുത്താലാണ് ബാക്കി വന്ന് കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. മീൻസ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് ഒരു ദേവിയുടെ വിഗ്രഹമോ അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ പൂജയോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനൊരു റിയൽ ഫീൽ കൊടുക്കണം എന്റെ മനസ്സിലെങ്കിലും. അപ്പൊ ഞാൻ അത് കൊടുത്താൽ ബാക്കി പുറകിൽ വരുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ കിട്ടും. അപ്പൊ ആ സുഴൽ തൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. ചില സ്ഥലങ്ങളിലൊക്കെ ചെരുപ്പ് പോലും ഇടാൻ പാടില്ല. അപ്പൊ ചെരുപ്പൊന്നും ഇടാണ്ടാണ് നമ്മൾ ആ ബേസിന്റെ മണ്ടയിൽ കയറുന്നത്. അപ്പോഴും അവിടെ തമിഴ്നാട്ടിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. പിന്നെ അവരും ആ സിസ്റ്റത്തിലേക്ക് വന്നു. കാരണം നമ്മൾ ആ സുഴൽ ചെയ്യുന്ന സമയത്ത് കുറെ റിയൽ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഈ എന്താ അനുഗ്രഹം വരിക അങ്ങനെയൊക്കെ. കാരണം ഒന്ന് ആ മ്യൂസിക്കും ഇതും എല്ലാം കൂടെയാണ്. പക്ഷെ എങ്കിൽ പോലും ആ ആംബിയൻസ് ഉള്ളത് ആംബിയൻസ് ഉള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പം ഇവിടെയും ഞങ്ങൾ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം പാലക്കാട്ട് നിന്ന് വരുന്നു. ഞങ്ങൾ വ്രതം എടുത്ത് നിന്ന് കുറെ ഫോട്ടോസ് ഉണ്ട് ഇപ്പോഴും ഭയങ്കര മെമ്മറീസ് ഉള്ള. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അസോസിയേറ്റ്സ് ഉണ്ട്, അസിസ്റ്റന്റ്, ഫുൾ ടീമും നിന്നാണ് വിഗ്രഹത്തിനും ഈ പറഞ്ഞ മഞ്ഞളിലൊക്കെ കുളിപ്പിച്ച് അങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ വിഗ്രഹം നമ്മളെ ഷൂട്ടിന് വേണ്ടി സെറ്റ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ വിഗ്രഹം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതിന്റെ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിച്ചു, കഴിഞ്ഞു. അപ്പം നേരെ ഇത് എന്ത് ചെയ്തു, ഞങ്ങൾ ചെന്നൈയിലേക്ക് വിഗ്രഹത്തിനെ കൊണ്ടുവന്നു. കാരണം ഇത് ഉപേക്ഷിക്കാനും പറ്റില്ലല്ലോ. അപ്പം ചെന്നൈയിലേക്ക് ഇത് ട്രാവൽ ചെയ്ത് വന്ന സമയത്താണ് അവിടെ ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഒരു കറുപ്പുസ്വാമിയുടെ വിഗ്രഹം വേണം എന്നുള്ളൊരു സംസാരവും. അപ്പം കമ്പനിയിൽ നിന്ന് നമ്മുടെ വിഗ്രഹം കൊടുക്കുകയാണെന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് ഒരു പക്ഷേ വെറുതെ നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടതൊരു വിഷമം വരും. അപ്പൊ ഇത് അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സംസാരിക്കുന്നു. ഇതിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാണ്, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞു. ക്ഷേത്രം അവിടുത്തെ പണികളൊക്കെ തീർന്നു, വിഗ്രഹം അങ്ങ് പോയി. കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വന്നു. മീൻസ് വീണ്ടും വിഗ്രഹം വേണ്ടി വന്നു. പക്ഷെ പോയ വിഗ്രഹം തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെറിയൊരു കുഞ്ഞു ഷോട്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു കറുപ്പുസ്വാമിയുടെ വിഗ്രഹം ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് ഉണ്ടാക്കിയ വിഗ്രഹം
അവിടെ പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായി. ഞാനും ഓഹോ. റിലീസൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ പോകണമെന്നുണ്ട്. വ്രതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സൂര്യ സാറും ആ വിധത്തിൽ വ്രതമൊക്കെ എടുത്തിട്ടാണോ വന്നിരുന്നത്? പുള്ളിയും അതിന്റെ ഡീറ്റെയിലിംഗ് അറിയില്ല. പക്ഷെ എന്നാലും പുള്ളി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു എവിടെയോ ഞാനിത് പറഞ്ഞിട്ട്, അതായത് നമ്മള് ആ ഒരു ക്ഷേത്രത്തിന്റെ സെറ്റെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ആ ഫ്രെയിമിലേക്ക് സൂര്യ സാർ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര ഓറയാണ്. അതൊരു രക്ഷയില്ല. പുള്ളി ആ കറുപ്പസ്വാമിയായിട്ടൊക്കെ ആ ലുക്കിലും ഒക്കെ നിൽക്കുന്നത് ഭയങ്കര രസമുണ്ട്. സിനിമയിൽ കുറെ നല്ല മൊമെന്റ്സ് എന്തായാലും ഉണ്ടാകും സിനിമയ്ക്ക്. അദ്ദേഹവുമായിട്ട് ഒരുപാട് ഇന്ററാക്ഷനും ചെയ്യണമല്ലോ ഇതിനകത്ത്. കാരണം ഈ ചങ്ങല വെച്ചിട്ടുള്ള ഒരുപാട് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ചങ്ങല ആർട്ടാണ്. അത് ഓരോ വട്ടം അതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കോൺസ്റ്റന്റ് നിങ്ങളായിട്ട് സംസാരം ഉണ്ടായാലാണല്ലോ അത് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ടെമ്പർമെന്റ് എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പൊ കാര്യങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ഡിലേ വരും, ഒരുപാട് പിന്നെയും ഇത് അധ്വാനിച്ച് ചെയ്യേണ്ടി വരും, ഷോർട്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം നിങ്ങളോട് കാണിക്കുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് എപ്രകാരമാണ്? ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അതായത് പുള്ളി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സൈലന്റ് ആണ്, ഭയങ്കര ഇതാണ്. പ്ലസ് നമ്മളുടെ അടുത്തുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളടുത്ത് വന്ന് ചില സമയങ്ങളിൽ നമ്മളിത് മേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഷൂട്ടിന്റെ ജസ്റ്റ്, അതായത് ഒരുപാട് നേരം ഉണ്ടെങ്കിൽ പുള്ളി തിരിച്ച് ക്യാരവാനിൽ പോകും. ഇപ്പം ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞങ്ങൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ഇത് വർക്കൊക്കെ നടക്കുകയാണെങ്കിൽ അത് വന്ന് നോക്കി അപ്പൊ അത് ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും, എന്താണ് ഇതിന്റെ ഇതെന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഇട്ടേക്കുന്ന സെറ്റ് വന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാറൊക്കെ ഉണ്ട്. സോങ്ങിന്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെറ്റ് ഒരു കോർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കോവിലുണ്ട്, നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കാണുന്നത്. അപ്പൊ ആ സെറ്റ് ഇട്ട് ഫസ്റ്റ് അത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വിളിച്ച് ഞങ്ങൾ കുറച്ചു നേരം നിന്ന് സംസാരിച്ചു. എനിക്കൊന്ന് ഇന്നലെയാണ് ആ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയത്. പുള്ളിയുടെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് നേരം ഇതിനെപ്പറ്റി സംസാരിച്ചു. അപ്പൊ ഈ വിഗ്രഹം കൊണ്ടുവന്ന സ്റ്റോറിയൊക്കെ സൂര്യ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ നമ്മളത് പാലക്കാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിന് ആ ഒരു എന്താ പറയാ, ആ വർക്ക് കണ്ടിട്ട് അതിന് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഭയങ്കര ഒരു ആ സോങ്ങിന്റെ സെറ്റൊക്കെ വന്ന് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അത് നമ്മളുടെ അടുത്ത് തന്നെ രാവിലെ വന്ന് സെറ്റ് മൊത്തം ഇങ്ങനെ കണ്ടിട്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് ആ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര, കാരണം അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ആറുവിന്റെ കാര്യം പറഞ്ഞപ്പോ 6 തൊട്ട് ഇതേ ഇപ്പൊ കറുപ്പ് വരെയും ആ തൃഷ അതുപോലെ തന്നെ ഉണ്ട്. അവരുടെ ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യണത്, അവരുടെ ഗ്രേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇപ്പൊ ഡാൻസ് മൂവ്മെന്റ്സ് ആയാലും ശരി. ഇപ്പം ട്രെയിലറിൽ ഉൾപ്പെടെ ഇപ്പൊ അവർ കാണിക്കുന്ന കുറെ രസകരമായിട്ടുള്ള ക്യൂട്ട് ജസ്റ്റിക്കുലേഷൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. തൃഷ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇപ്പൊ ഓറ, അവരുടെ സ്ക്രീൻ പ്രസൻസ് അതും നേരിട്ട് കാണാൻ പറ്റും. നമ്മളെക്കാൾ മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. തൃഷ എന്നുള്ള അതും നമ്മുടെ പോലെ തന്നെ നമ്മുടെ ഒപ്പം തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഭയാണല്ലോ. അവരുടെ ഇന്ററാക്ഷൻസ് എപ്രകാരമായിരുന്നു? പുള്ളിക്കാരിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയാ, ഫസ്റ്റ് നമ്മളും കാണുമ്പോൾ നമ്മൾ ഞെട്ടുന്നൊരു ലുക്കാണ്. കാരണം ഇതിനു മുന്നേ കണ്ട അതേ ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിലാണ് കാണുന്നത്, പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോഴും ആ സെയിം എന്താ പറയാ, ഇതിനു മുന്നേ ഇതേ ഗെറ്റപ്പിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. ഈ പറഞ്ഞ ആറുമൊക്കെ കാണുമ്പോഴും അന്ന് ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നല്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലാതെ ആ ഒരു ലുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി ഭയങ്കര സിമ്പിളാണ്. സെറ്റിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അതിനിടയ്ക്ക് ഷൂട്ടിന്റെ സമയത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് എല്ലാവരും കൂടെ സെറ്റിനകത്ത് ഒരു കോർട്ടിന്റെ സെറ്റായിരുന്നു. അപ്പൊ ആ കോർട്ടിന്റെ സെറ്റിലായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടന്നത്.